ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. നമസ്കാരം. ബാല്യത്തിലേക്കുള്ള പിൻവിളിയാണ് ഓരോ ഓണക്കാലവും. മഞ്ചാടി മണികൾ പോലെ, ആകാശം കാണാതെ സൂക്ഷിച്ച മയിൽപ്പീലി പോലെ സുഖമുള്ള കുറെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഓണവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കലാലയങ്ങളിലെ ഓണാഘോഷത്തിന് എന്നും ഉത്സവചന്തമാണ്. പൂക്കളും പൂത്തുമ്പികളായെത്തിയ കൗമാരക്കാരും മലയാളചന്തം നിറഞ്ഞ ആഘോഷങ്ങളും ഇഴചേർത്താണ് ന്യൂജൻ ഓണാഘോഷം അവിസ്മരണീയമാക്കിയത്. ക്യാമ്പസുകളുടെ ഓണാഘോഷം ഉത്സവ ചന്തം നിറഞ്ഞ കാഴ്ചകളുടേതായിരുന്നു. മുണ്ടും കുർത്തിയും ധരിച്ചെത്തിയ ന്യൂജൻ പയ്യന്മാരും സെറ്റ് സാരി ധരിച്ചെത്തിയ പെൺകൊടികളുമാണ് ക്യാമ്പസുകളിൽ പൂത്തുമ്പികളെ പോലെ പാറിയത്. പെൺകൊടികളിൽ പലരും ആദ്യമായി സാരി ധരിക്കുന്ന അസുലഭാവസരവും മറ്റൊന്നുമല്ല, മലയാള തനിമ നിറഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ സുന്ദരന്മാരും സുന്ദരിമാരും നിറഞ്ഞ കലാലയ കാഴ്ച തന്നെയാണ് ഓണാഘോഷത്തെ ചേതോഹരമാക്കിയത്. തിരുവാതിരക്കളിയില്ലാതെ ക്യാമ്പസിന് ഓണാഘോഷമില്ല. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ മലയാളി മംഗമാർ തനതു ശൈലിയിലൊരുക്കിയ തിരുവാതിര ചുവടുകൾ മതിവരാ കാഴ്ചയായി. പൂക്കളവും വടംവലിയും മാവേലി വേഷവും ഓണസദ്യയും ക്യാമ്പസിന്റെ ഓണാഘോഷത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഇനങ്ങളാണ്. പുഷ്പിക്കാത്ത പ്രണയങ്ങൾ പൂക്കുന്നതും തളിർക്കുന്നതും പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾക്കിടയിലാണ്. കേരള സാരി ധരിച്ചെത്തിയ പെൺകൊടികളും മുണ്ടുടുത്ത യൂത്തന്മാരും ക്യാമ്പസുകളിൽ ഓണത്തുമ്പികളായി പാറി നടക്കുക മാത്രമല്ല, ആ നിമിഷങ്ങളെ സെൽഫിയായും ഗ്രൂഫിയായും അടയാളപ്പെടുത്തുകയുമായിരുന്നു. അതിനാൽ തന്നെ മത്സര ഇനമല്ലാതിരുന്നിട്ടും സെൽഫിയും ഗ്രൂഫിയുമാണ് ഓണാഘോഷത്തിന്റെ ന്യൂജൻ മുഖമായി മാറിയത്. ഈ സെൽഫികളും ഗ്രൂഫികളും അടങ്ങുന്ന ഓർമ്മചിത്രങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പൂക്കളമിട്ടാലേ പുതിയ കാലത്തിന് തൃപ്തിയാകൂ. എന്തൊക്കെയാണെങ്കിലും അതിരില്ലാത്ത സൗഹൃദങ്ങളുടെ മതിവര ആഘോഷമാണ് കലാലയങ്ങളിലെ ഓണോത്സവത്തിന് കയ്യൊപ്പ് ചാർത്തിയത്. ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവനേരിന്റെ നിനവാണിതോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. വടക്കൻ മലബാറിലെ മാരിത്തെയ്യം സാംസ്കാരിക നഗരിക്ക് പുതുമയാർന്ന കാഴ്ചയായി. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് മാരിത്തെയ്യം പൂരനാട്ടിലെത്തിയത്. നാടിന്റെ ശനിദോഷമകറ്റി ഐശ്വര്യം ചൊരിയുകയാണ് മാരിത്തെയ്യങ്ങളുടെ അവതാര ലക്ഷ്യം. വീടുകൾ തോറും കയറിയിറങ്ങിയെത്തുന്ന ഈ തെയ്യക്കോലം തുളുനാട്ടിൽ ആട്ടിക്കളിഞ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെയ്യങ്ങളുടെ നാടായ വടക്കൻ മലബാറിലെ പ്രസിദ്ധമായ കണ്ണൂരിലെ മാടായിക്കാവാണ് മാരിത്തെയ്യങ്ങളുടെ പ്രധാന കേന്ദ്രം. ചേരമാൻ പെരുമാളിന്റെയും ചിറക്കൽ രാജകുടുംബത്തിന്റെയും കാലത്ത് നാടാകെ പടർന്ന മഹാമാരിയും ശനിദോഷവും അകറ്റാൻ നിയോഗിക്കപ്പെട്ട തെയ്യക്കൂട്ടമാണ് മാരിത്തെയ്യം. കുരുത്തോല ആടയാഭരണമാക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ എത്തുന്ന തെയ്യങ്ങൾ നാട്ടിൽ ബാധിച്ച ശനിയും കർക്കടക ദിനങ്ങളും മാരിപ്പനിയും ആവാഹിച്ചെടുത്ത് പകരം ഐശ്വര്യപൂർണവും സമ്പദ് സമൃദ്ധവുമായ ഒരു പൊന്നിൻ ചിങ്ങമാസം സമ്മാനിക്കുമെന്നാണ് വിശ്വാസം. വടക്കൻ മലബാറിൽ പേരാമ്പ്രയിലെ ദൃശ്യകലാവേദിയുടെ തെയ്യം കലാകാരനായ ശിവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാട്ടറിവ് പഠന കേന്ദ്രമായ വേദികയ്ക്ക് വേണ്ടി മാരിത്തെയ്യം എന്ന കലാരൂപം അവതരിപ്പിച്ചത്. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരം, കമ്പവലി മത്സരം, പാൽപായസ വിതരണം എന്നിവയും ഒരുക്കിയിരുന്നു. പ്രിൻസിപ്പൽ എൻ വേണുഗോപാൽ, ഹെഡ്മാസ്റ്റർ രാജേഷ് വർമ്മ എന്നിവർ നേതൃത്വം നൽകി. കലാഭവൻ മണിയില്ലാത്ത ഒരു ഓണം കൂടി കടന്നുവരുമ്പോൾ മണിയുടെ ആരാധകർ നഷ്ടബോധം നിറഞ്ഞ ഓർമ്മകളിൽ അഭയം തേടുകയാണ്.
ആടിയും പാടിയും ഓണക്കാലത്തെ ത്രസിപ്പിക്കുന്ന അനുഭവമാക്കി കടന്നുപോയ ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ ഓർമ്മയിലേക്ക്. കാലത്ത് മാലോകരെല്ലാരും ഒന്നാണ്, മാലോകരെല്ലാരും ഒന്നാണ്. കണ്ണീരിൽ ചാലിച്ച മാധുര്യമായിരുന്നു കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ. ചാലക്കുടി ചന്തയെക്കുറിച്ചും പുഴയെക്കുറിച്ചും ഓടപ്പഴം പോലൊരു പെണ്ണിനെക്കുറിച്ചുമെല്ലാം മണി പാടിയ പാട്ടുകൾ സാധാരണക്കാരന്റെ സങ്കടങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. അതുകൊണ്ടുതന്നെ മണിയുടെ പാട്ടുകൾ ഏറ്റവും കൂടുതലായി ആസ്വദിച്ചത് ചുമട്ടുകാരനും ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്നവനുമായിരുന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ജീവിതാവസ്ഥകളായിരുന്നു മണിയുടെ പാട്ടിന്റെ ജീവൻ. അതുകൊണ്ടാണ് മണിയുടെ പാട്ട് നാം ഏറ്റുപാടിയത്. അത്രയൊന്നും സുന്ദരമല്ലാത്ത ശബ്ദമായിട്ടും നെഞ്ചുപൊട്ടി മണി പാടുന്ന പാട്ടുകൾ ജനകീയമായതിനു പിന്നിലെ രസതന്ത്രവും മറ്റൊന്നുമല്ലായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഏറെക്കാലം മുമ്പ് നാദിർഷായും ദിലീപുമെല്ലാം ചേർന്നൊരുക്കിയ ദേമാവലിക്കൊമ്പത്ത് എന്ന ഓണക്കാസറ്റിലാണ് മണിയുടെ നാടൻ പാട്ടിന്റെ മാധുര്യം ജനം ശരിക്കും തിരിച്ചറിഞ്ഞത്. വടക്കോട്ട് പോയപ്പോൾ മാവുമേൽ മാങ്ങ തൂശിമേ കൂന്താരോ എന്ന പാട്ടിന് ശേഷം മണിയുടെ പാട്ടും കാസറ്റുകളും വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു. ഗാനമേളകളിൽ ജനം ആ പാട്ടുകൾ ആവർത്തിച്ചാവശ്യപ്പെട്ടു. നാടൻ പാട്ടുകളെ ജനകീയമാക്കിയതിൽ കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതിക്കുള്ള പങ്ക് പക്ഷേ മണിയുടെ മരണശേഷവും മലയാളം വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. കീഴാള സംസ്കൃതിയുടെ ജൈവതാളത്തിൽ നിന്നാണ് മണി തന്റെ പാട്ടുകൾക്ക് ഈണവും താളവും ഊർജവും കണ്ടെത്തിയത്. മണി അഭിനയിച്ച സിനിമകളേക്കാൾ മണിയെ സാധാരണക്കാരന്റെ പ്രിയപ്പെട്ടവനാക്കി തീർത്തത് ആ പാട്ടുകളായിരിക്കും. അതിനാൽ തന്നെയാണ് മണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനം മണിക്കൂടാരത്തിലേക്ക് ഒഴുകിയെത്തിയത്. മണി മരിച്ചിട്ടില്ല എന്ന് ചങ്കുപൊട്ടി മുദ്രാവാക്യം വിളിച്ചത്, കാണാനാകാതെ പോയപ്പോൾ അലമുറയിട്ട് പൊട്ടിത്തെറിച്ചത്. ദേവാസുരഭാവങ്ങൾ ഇഴച്ചേർന്ന ജന്മമാണെന്നറിഞ്ഞിട്ടും കലാഭവൻ മണിയെ ചാലക്കുടിയുടെ ഗാന്ധിയായി അവരോധിച്ചവർക്ക് ഈ ഓണം വേദന നിറഞ്ഞതാണ്. ചാലക്കുടിയെക്കുറിച്ചും ചേറിൽ പണിയെടുക്കുന്നവനെക്കുറിച്ചും പാടാൻ ഇനി ആരുണ്ടെന്ന അനാഥത്വമാണ് മണിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ബാക്കിയുള്ളത്. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടട്ടൻ നമ്മക്ക് കുടപ്പിറപ്പല്ലേ, കുട്ടട്ടനില്ലാത്തരോണം വേണ്ട. പേരാണിതോണമെന്ന മുരുകൻ കാട്ടാക്കടയുടെ വരികൾ അന്വർത്ഥമാകുകയായിരുന്നു വയോജനങ്ങൾക്കായി തൃശൂർ കോർപ്പറേഷൻ ഒരുക്കിയ ഓണാഘോഷത്തിൽ. ആടിയും പാടിയും ഒരു ഓണം കൂടുതലുണ്ടതിന്റെ ആവേശവുമായാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ മുതിർന്ന തലമുറ മടങ്ങിയത്. വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വയോജനങ്ങൾക്കായി ഓണനിലാവെന്ന പേരിൽ ഓണാഘോഷ പരിപാടി ഒരുക്കിയത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും തൃശൂർ കോർപ്പറേഷനും സഹകരിച്ചാണ് മുതിർന്ന പൗരന്മാർക്ക് ഓണാദരം ഒരുക്കിയത്. സെന്റ് മേരീസ് കോളേജിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് വയോജനങ്ങളെ സ്വീകരിച്ചാനയിച്ചത്. മേയർ അജിത ജയരാജൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതിനൊപ്പം പത്മശ്രീ സുന്ദരമേനോനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രൊഫസർ M മാധവൻകുട്ടി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുകുമാരൻ, ML റോസി, അജിത വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓർമ്മകൾ ചാമരം വീശിയ ആഘോഷ ചടങ്ങിൽ മുതിർന്ന പൗരന്മാർ വിവിധ കലാവതരണങ്ങൾ ഒരുക്കി. ഓർമ്മകളുടെ നിറസമൃദ്ധിക്കൊപ്പം ഓണസദ്യയും പങ്കുവെച്ചുകൊണ്ടാണ് ഒരോണം കൂടുതലുണ്ടതിന്റെ സംതൃപ്തിയുമായി വയോജനങ്ങൾ യാത്രയായത്.
തൃശൂർ വിയ്യൂർ ജയിലിൽ പുലി ഇറങ്ങി. ജയിൽ അന്തേവാസികളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് പുലികളും പുപ്പുലികളുമായെത്തിയവർ ജയിലിൽ ആടിത്തിമിർത്തത്. ജയിലിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് വിയ്യൂർ ജയിലിൽ പുലി ഇറങ്ങിയത്. പുലിവേഷം കെട്ടാനും പുലിക്കൊപ്പം താളം പിടിക്കാനും ജയിലിലെ പുപ്പുലികളിൽ പലരും തയ്യാറായി വന്നു. എന്നാൽ കൂടുതൽ പുലിവാല് പിടിക്കേണ്ടെന്ന് വെച്ച് സ്വയം ഒഴിഞ്ഞു മാറിയവരുമുണ്ടായിരുന്നു. എന്തായാലും പുലിവേഷം കെട്ടിയതോടെ പലരുടെയും അസുര രൗദ്രഭാവങ്ങൾ അരമണി കെട്ടിയാടി. 10ഓളം അന്തേവാസികളാണ് പുലിവേഷം കെട്ടി ആടിത്തിമിർത്തത്. തൃശൂരിലെ പുലിക്കളിയുടെ തനത് ശൈലിയിൽ പുലിവേഷം വരച്ചാണ് പുലിജന്മങ്ങൾ തങ്ങളുടെ വിശ്വരൂപം പ്രകടിപ്പിച്ചത്. പുലിവേഷത്തോടൊപ്പം മാവേലി വേഷവും ചെണ്ടവാദ്യവും അകമ്പടിയായി. വിവിധ ബ്ലോക്കുകൾ തമ്മിലുള്ള ഓണപ്പൂക്കള മത്സരവും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സമഭാവനയുടെ മഹോത്സവമായി മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന ആപ്തവാക്യമുയർത്തി ഓണം ആഘോഷിക്കുമ്പോൾ ജയിലിലും ഇത്തവണ പതിവിലും വിപുലമായ ഓണാഘോഷമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. ഓണം പുറത്തുള്ള ആളുകളെല്ലാം സമൃദ്ധമായിട്ട് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അകത്തുള്ള അന്തേവാസികൾക്കും ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് പുലിക്കളിയും മാവേലിയും പിന്നെ അത്തപ്പൂക്കള മത്സരം ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലും നടത്തുന്നുണ്ട്. അന്തേവാസികളെ അവരുടെ തെറ്റുകളിൽ നിന്ന് തിരുത്തി അവരെ സമൂഹത്തിലെ നല്ല പൗരന്മാരാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ് നയങ്ങളനുസരിച്ച് ഉള്ള ശുദ്ധീകരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാജിക് ഷോയും ഒരുക്കിയിരുന്നു. ജീവിതത്തിലെ കയ്പ് തീണ്ടിയ അനുഭവങ്ങളെ കലയിലൂടെയും കൂട്ടായ്മകളിലൂടെയും മറികടക്കാനും കലുഷിതമായ മനസ്സുകളെ ശുദ്ധീകരിക്കാനുമാണ് ഇത്തരം ഓണാഘോഷങ്ങൾ ജയിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. ജയിലിലെ 4 അതിരുകൾക്കുള്ളിൽ അതിരില്ലാത്ത സമഭാവനയുടെ സന്ദേശം പ്രകടമാക്കിക്കൊണ്ടാണ് ഓണാഘോഷം ആവേശകരമായി കൊട്ടിക്കയറിയത്. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഓണത്തെ വരവേറ്റത് വേറിട്ട നൃത്താവിഷ്കാരമൊരുക്കിക്കൊണ്ടാണ്. മലയാള തനിമ നിറഞ്ഞ വേഷവും ചുവടുകളും ചന്തം ചാർത്തിയ വേറിട്ട നൃത്താവിഷ്കാരത്തിലേക്ക്.
കുരുന്നുകളും കൗമാരങ്ങളും വയോജനങ്ങളും ഒരുപോലെ ഓണത്തിന്റെ ആവേശത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് ഓണോത്സവത്തെ സവിശേഷമാക്കുന്നത്. ഓണവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ ഓണക്കാഴ്ചകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്.